ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതൊരു അമ്പലത്തിലോട്ടുള്ള യാത്രയാണ്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു കുഞ്ഞ് പ്രഹസനവും കാര്യങ്ങളും കാഴ്ചവെച്ചതിന് ശേഷം ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വണ്ടിയും കൊണ്ട് അങ്ങ് അമ്പലത്തിലോട്ടങ്ങ് പോയി. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഞ്ഞ് എണീക്കുന്നതനുസരിച്ച് നമ്മളൊരല്പം താമസിച്ചാണ് അകത്ത് എത്തിയത്. ഈ അമ്പലം എന്ന് പറയുമ്പോൾ വനത്തിൻ്റെ അകത്താണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് പോകാനുണ്ട്, പക്ഷേ അതുവഴി വണ്ടിയൊന്നും പോകത്തില്ല. ഒരല്പം നടക്കാനുണ്ട്, ഒരു 2-3 തേര് കുന്നൊക്കെ കയറാനുണ്ട് കേട്ടോ. ഈ പോകുന്നത് വനത്തിൻ്റെ അകത്തൂടെയാണ്, ബട്ട് റോഡ് കുഴപ്പമില്ല, നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതുവഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സൈഡ് കംപ്ലീറ്റ് വനമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പൊന്മുടി വ്യൂ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ പോകുന്ന സമയത്ത് ഈ വ്യൂ കാണുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏറെക്കുറെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് തൊഴണം എന്നൊരു പ്ലാനിങ്ങോടുകൂടി വന്നതുകൊണ്ട് പൊങ്കാല തുടങ്ങിയത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് തൊഴുതിട്ട് ഇറങ്ങി. ഇനി അമ്മ എവിടെയാണെന്നാണ് കേട്ടോ മൊത്തത്തിൽ നോക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടു കിട്ടി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വാട്ടർമെലൻ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ ഉള്ളത് ചേച്ചിയുടെ കുഞ്ഞമ്മോളാണ് കേട്ടോ. എന്നെ കണ്ടാൽ പിന്നെ അവള് മതി. ആ ബ്ലൂ കളർ ബ്ലൗസ് ഇട്ടേക്കുന്ന സെറ്റ് സാരി കൊടുത്തതാണ് കേട്ടോ എൻ്റെ അമ്മ. അതിനുശേഷം നമ്മൾ ക്യൂ പിടിച്ച് അന്നദാനവും കഴിച്ച് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ടങ്ങ് വന്നു. അപ്പോൾ ഇവിടുത്തെ കോവിലിൽ തേര് വിളക്കെന്ന് പറയുന്നൊരു പ്രധാന നേർച്ചയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തേര് വിളക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് എടുക്കുന്നത്. തേര് വിളക്ക് എടുക്കുന്നവർ പ്രത്യേകിച്ച് വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ 2 വിളക്കുണ്ട്. ഒന്ന് വല്യമ്മയുടെ അവിടെ നിന്നും ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്നും. രണ്ടും നമ്മുടെ വീട്ടിൽ നിന്ന് കെട്ടിയിട്ട് വല്യമ്മയുടെ അവിടെ ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരു 6, 6:30, 6:45 ആയപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊട്ടും വാദ്യമായിട്ടൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് എടുക്കുന്നത്. കുഞ്ഞനെ കൊണ്ട് തൊടിയിച്ച് ചേട്ടൻ അങ്ങ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. തേര് വിളക്കെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊരു 3-4 വിളക്കുണ്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന പ്രദേശത്ത് നിന്നും. പിന്നെ വനത്തിൽ നിന്ന് ഒരു 4 വിളക്ക് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. 2 സെക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേറെയും വിളക്ക് എടുത്തിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് അങ്ങ് നടന്നു. നേരത്തെ പറഞ്ഞ തേര് വഴിയാണ് കേട്ടോ കയറിപ്പോയത്. വണ്ടി പോകുന്ന വഴിയല്ല, ഇവർ നടന്ന തേര് വഴിയാണ് കയറി വന്നത്. സാധാരണ ഈ തേര് കയറുമ്പോൾ തന്നെ എല്ലാവരും ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ടാവും. നമ്മൾ അമ്പലത്തിൽ എത്തിയ ടൈമിൽ വനത്തിൽ നിന്നുള്ള 4 വിളക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ഇവർ വിളക്കൊന്ന് വലത് വെച്ച് വിളക്കൊന്ന് തറയിലോട്ട് അങ്ങ് വയ്ക്കും. ഇത് ചിലർ നേർച്ചയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിവിടെ നേർച്ചയൊന്നുമില്ല, എന്നാലും കുഞ്ഞൻ്റെ പേർക്കൊരു വിളക്ക് എന്ന രീതിയിലാണ് കേട്ടോ നമ്മളും എടുത്തത്. ചേട്ടൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. വല്യമ്മയുടെ അവിടുത്തെ വിളക്കെടുത്തത് ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു. ഈ കാണുന്ന 2 വെള്ള ബനിയനും നമ്മുടെ വീട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ, ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻഡും. അപ്പോൾ വിളക്കെല്ലാം വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഒരു റൗണ്ട് അവരൊന്ന് കളിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കും. സത്യം പറഞ്ഞാൽ ഈ വിളക്ക് കളി കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിൽ ഭൂരിഭാഗവും. രാവിലെ വന്നപ്പോൾ ഉണ്ടായിരുന്നതല്ല കേട്ടോ, വൈകിട്ട് വന്നപ്പോൾ കളറായിട്ടുണ്ട് അമ്പലം കംപ്ലീറ്റ് ആയിട്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ രാവിലെ മുതൽ രാത്രി വരെ ഏറെക്കുറെ സമയം ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വരാറൊന്നുമില്ല. എന്നാലും വരുവാണെങ്കിൽ പോലും കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോരുകയാണ് കേട്ടോ ചെയ്യാറ്. കല്യാണത്തിന് ശേഷം ഈ അമ്പലത്തിലെ ഉത്സവം വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഒന്നിച്ച് ഒത്തുകൂടുന്നത്. ഈ സമയമൊക്കെ ആയപ്പോൾ കുഞ്ഞൻ പൂരാ പ്രോബ്ലം ആയി തുടങ്ങി കേട്ടോ. പിന്നെ ഓടിച്ചിട്ട് പിടിച്ച് കിടത്തി അങ്ങ് ഉറക്കി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ വിളക്ക് വലത് വയ്ക്കുന്നതാണ് കേട്ടോ. അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ ഇവിടെയുള്ള ഏകദേശം ഒട്ടുമിക്ക പ്രദേശത്തുള്ള ആൾക്കാരോടെ ഉണ്ടാവും. വലിയ അമ്പലവും കാര്യങ്ങളും ഒന്നുമല്ല, എങ്കിൽ കൂടിയും ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നും അകത്തുനിന്നും വരുന്നൊരു അമ്പലമാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അവരെത്ര ശ്രമിച്ചിട്ടും ഇരിക്കുന്നിടത്തുനിന്ന് ഒരാൾ പോലും അനങ്ങുന്നില്ല കേട്ടോ. ഇനി അവരുടെ പ്രോഗ്രാം കൊള്ളാഞ്ഞിട്ടോ ഒന്നുമല്ല, ഈ തേരിയും കുന്നും കയറി വന്നിട്ട് ആൾക്കാരൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണോ എന്നറിയില്ല, അവരിറങ്ങി വന്ന് 1-2 പേരെ പിടിച്ചെടുത്ത് അങ്ങ് കളിപ്പിക്കാൻ തുടങ്ങി. പാട്ടൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, കേട്ടോണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അമ്പലമായതുകൊണ്ട് ഗ്രാൻഡായിട്ട് വലിയ ഗാനമേളയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ, ഈ കൈകൊട്ടിക്കളി. ഞാൻ ഇതുവരെ ഇത് റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ലൈവായിട്ട് ഇത് ആദ്യമായിട്ടാണ്. ഫുള്ള് പവറായിരുന്നു കേട്ടോ. എല്ലാവരെയും കളിയാണ് നോക്കിയതെങ്കിലും ഞാൻ ദാ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുഞ്ഞിനെയാണ് കേട്ടോ നോക്കിയത്. ഞാൻ പറഞ്ഞ അവിടെ നിന്ന് കളിച്ചവരെയും കാട്ടിയും ഏറ്റവും കൂടുതൽ ഡബിൾ പവറിലായിരുന്നു കേട്ടോ വാവയുടെ കളി.
നിനക്ക് എന്ത് തേങ്ങയാ കാണിക്കുന്നത്, നിനക്കൊക്കെ സ്റ്റെപ്പ് അറിയോ, നീയൊക്കെ കലാകാരികളാണോ എന്ന മൈൻഡ് സെറ്റായിരുന്നു പുള്ളിക്കാരിക്ക് ആദ്യം മുതൽ അവസാനം വരെ. സത്യം പറഞ്ഞാൽ ഒരു ഉത്സവം തുടങ്ങിയ പൂത്തിരിമേളം കഴിയണം നമ്മളൊക്കെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ. ഇപ്പൊ കുഞ്ഞനായതിനു ശേഷം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഒരു അമ്പിളി മാമനെ 5-6 ലൈറ്റും കണ്ട് അവൾ അവിടെ തീരും. പിന്നെ ഉത്സവം കഴിഞ്ഞല്ലാതെ അവൾ കണ്ണുറക്കത്തില്ല. വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ, എങ്ങനെ മാറ്റി നിർത്താൻ പറ്റൂ? 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെ വായി നോക്കിയൊക്കെ നിന്നതിന് ശേഷം തേരുവിളക്കിനുള്ള സമയമായതുകൊണ്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ തേരുവിളക്ക് കളി കാണാനാണ് കേട്ടോ. അത് എങ്ങനെ പോയാലും 1 മണിക്കൂറൊക്കെ കാണും കേട്ടോ. 1 മണിക്കൂറിന് ശേഷവും ഇതൊക്കെ വെച്ച് കളിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. അവസാനം ലാസ്റ്റ് വരെ ആരാണോ കളിക്കുന്നത് അവർ വിജയി എന്ന രീതിയിലൊന്നുമില്ല, എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം. ചേട്ടനൊക്കെ ഒരു 3/4 മണിക്കൂറൊക്കെ ആയപ്പോൾ വിളക്ക് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് നേരമൊക്കെ നിന്ന് ബാക്കി വിളക്കുകളെയും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, അനിയന് ഉരുള് നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് മുന്നേ ആയിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ആ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞൻ്റെ പുറകെയായിരുന്നു. ഇത് സത്യം പറഞ്ഞൊരു വലിയ അമ്പലമൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞമ്പലമാണ്. എങ്കിലും അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നന്നായിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വർഷം കഴിയും തോറും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം പരിപാടിക്ക് ശേഷം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പൂത്തിരിമേളയ്ക്ക് മുമ്പ് കുഞ്ഞനെയും കൊണ്ട് വീട് പിടിക്കണം. അങ്ങനെ ഒട്ടും ആലോചിച്ചുകൊണ്ട് നിൽക്കാണ്ട് നമ്മൾ കുഞ്ഞനെ എടുത്ത് വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം ഓടി. അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് ഒരു ഓട്ടത്തിനിടയ്ക്കാണ് കേട്ടോ. കൊച്ചിങ്ങി താഴെ ഇറങ്ങിയപ്പോഴേക്കും അവിടെ പൂത്തിരിമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും പാക്കല.